കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കിയത് ശശി തരൂർ. സംഘപരിവാർ സംഘടനയുടെ സവർക്കർ പുരസ്കാരം ശശി തരൂരിന്. സംഘപരിവാർ സംഘടനയായ HRDS ആണ് പ്രഥമ സവർക്കർ പുരസ്കാര ജേതാവായി ശശി തരൂരിനെ തെരഞ്ഞെടുത്തത്. അതേസമയം അവാർഡ് ലഭിക്കുന്നതിനെപ്പറ്റി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നാണ് ശശി തരൂരിൻ്റെ പ്രതികരണം. അവാർഡ് നൽകുന്ന സംഘടനയുടെ പശ്ചാത്തലം, അവാർഡിൻ്റെ സ്വഭാവം എന്നിവയിൽ അവ്യക്തത തുടരുകയാണ്. അതിനാൽ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും തരൂർ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ. ആ ശശി തരൂരിനാണ് സവർക്കർ പുരസ്കാരം. അതും HRDS പോലെയുള്ള ഒരു ഷെയ്ഡി സ്വഭാവമുള്ള സ്വപ്ന സുരേഷൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സംഘടനയിൽ നിന്ന് എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, രാഷ്ട്രീയത്തിൽ അതായത് കോൺഗ്രസിന് പ്രത്യേകിച്ച് ഈ കുടുംബവാഴ്ചയ്ക്ക് ശേഷം, അതോടൊപ്പം തന്നെ നെഹ്റു കുടുംബത്തെ കടന്നാക്രമിച്ചതിന് ശേഷം വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും VD സവർക്കർ അവാർഡ് അദ്ദേഹത്തിന് HRDS നൽകുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇത് നിരുത്തരവാദമായിട്ടുള്ള ഒരു നിലപാട് ആണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ നിലപാടായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പ് വേണ്ടി എത്തിയ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം താൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നത്. താനുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം HRDS സെക്രട്ടറി അജി കൃഷ്ണൻ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് ഒരു മാസം മുമ്പ് തന്നെ ഈ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹവുമായി പങ്കുവെക്കുകയും 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് ഇവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ അവാർഡ് മറ്റ് ആർക്കൊക്കെയാണ് പങ്കിടുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകണമെന്നുള്ളൊരു കാര്യം ശശി തരൂർ ഇവരോട് ആവശ്യപ്പെടുകയും അത്തരം വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഔദ്യോഗികമായി ഈ അവാർഡ് കൈപ്പറ്റില്ല എന്നുള്ള കാര്യം HRDSനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് HRDSൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പാർട്ടിയിൽ നിന്നടക്കം വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിലായിരിക്കാം ഇത്തരത്തിലൊരു പിന്മാറ്റം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ HRDS സവർക്കർ പുരസ്കാരം ശശി തരൂരിന് ലഭിക്കുന്നു. കോൺഗ്രസ് ഒരിക്കൽ കൂടി വെട്ടിലാവുകയാണ്. അതും HRDS പോലെയുള്ള ഒരു സംഘടനയിൽ നിന്നാണ് ശശി തരൂരിനെ പോലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന് സവർക്കർ പുരസ്കാരം, പ്രഥമ സവർക്കർ പുരസ്കാരം ലഭിക്കുന്നത്. പക്ഷേ പുരസ്കാരം വാങ്ങില്ല എന്നൊക്കെയാണ് ശശി തരൂരിൻ്റെ രീതിയിൽ ഭാഗത്തുനിന്നെത്തുന്ന പ്രതികരണം എന്നും അറിയുന്നു.